ഇന്ന് കൊടംപുളിയിട്ട് തനി നാടനൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വേളാപ്പാര എന്ന് പറയുന്നൊരു മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കൊല്ലം സൈഡിലൊക്കെ വേളാപ്പാര എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരുകളായിരിക്കും. നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഈ മീനിന് എന്താ പേര് പറയുന്നതെന്ന് പറയണം കേട്ടോ. 6 മീനുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ 3 എണ്ണം കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ആയിട്ട് ഇടാം കേട്ടോ. ഈ റെസിപ്പിയിലെ മെയിൻ ഐറ്റം ദാണ്ട ഈ കൊടംപുളിയാണ്. അപ്പോൾ ഞാനിവിടെ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ കറിക്ക് 1 കഷ്ണം തന്നെ മതിയാവും കേട്ടോ. അതാദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവേ. ഇനി ഒരു മിക്സിയിലേക്ക് ഞാൻ കുത്തി പൊളിച്ചെടുത്ത തേങ്ങ ഇടുന്നത് 2 കൈപ്പിടി തേങ്ങ ഇടുന്നുണ്ട്. തിരിങ്ങിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1 കൈപ്പിടി മതിയാവും കേട്ടോ. അതിലേക്ക് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീട്ടിൽ തന്നെ പിടിച്ചാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി 1 ടീസ്പൂൺ വറുത്ത ഉലുവ ഇടാം. 1 കൈപ്പിടി കൊച്ചുള്ളി. ഈ അളവിനുള്ള കൊച്ചുള്ളിയാണെങ്കിലാണ് കേട്ടോ 1 കൈപ്പിടി. വലുതാണെന്നുണ്ടെങ്കിൽ 1, 2, 3 എണ്ണം മതിയാവും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഇടാം. മല്ലിപ്പൊടി നമ്മൾ എപ്പോഴും കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇതിനകത്ത് തേങ്ങ, കൊച്ചുള്ളി, ഈ പറയുന്ന സാധനങ്ങളെല്ലാം കറിക്ക് കൊഴുപ്പ് ഓൾറെഡി കൊടുക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറികൾക്ക് മല്ലിപ്പൊടി 1 ലേശം കുറച്ചിടണേ. നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ച കൊടംപുളിയാണിത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ റെസിപ്പിയിൽ കൊടംപുളി അരച്ചാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനെ കൊടംപുളി ഇട്ട് വെക്കുന്ന കറികൾക്ക് കൊടംപുളി അരയ്ക്കാറില്ല. കൊടംപുളി അരച്ച് വെച്ചാൽ കറിക്ക് ഒരു കയ്പ്പ് വരുമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പലതവണ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൊടംപുളി കൂടിപ്പോയാലാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലാത്ത പക്ഷം അങ്ങനെ കഴിക്കാറൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് ഹെൽത്തിയാണ് താനും. നിങ്ങൾക്ക് അങ്ങനെ കൊടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ആ സോഫ്റ്റ് ആയിട്ടുള്ള കുടംപുളി കറിയിലേക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ അരപ്പ് ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇച്ചിരി തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നല്ലൊരു ചട്ടി വെക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, നല്ല ഫ്രഷ് കറിവേപ്പില, ഇത് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. ചെറിയ തീയിലിട്ട് പൊട്ടിച്ചെടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ കടുകും ഉലുവയും ഒരുമിച്ചിടുമ്പോൾ ഉലുവ ആദ്യം പൊട്ടിയിട്ട് കറുത്തു പോവും. എണ്ണയുടെ ചൂട് പാകമല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കടുകിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവ ഇട്ടുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇനി ഇതിലേക്ക് 3-4 കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി 2-3 പച്ചമുളക്. ഈ ഇഞ്ചി ഇഷ്ടമല്ല അവോയ്ഡ് ചെയ്യണേ. ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറ് ആ കൊച്ചുള്ളിക്ക് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണേ. ദാണ്ടേ ഇതുപോലെ മൊരിയിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിക്കായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാറ്റിയെടുക്കണം. മുളക് പൊടി, പച്ചമുളക്, ഇതൊക്കെ ഇടുന്നത് നിങ്ങളുടെ എരിക്കനുസരിച്ച് മാത്രം ഇടണം കേട്ടോ. ഞാൻ ഇടുന്നത് പോലെ ഇടരുത്. കാരണം എൻ്റെ എരിവിൻ്റെയോ അല്ലെങ്കിൽ ഉപ്പിൻ്റെയോ ടേസ്റ്റിനനുസരിച്ചായിരിക്കത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പം ദാണ്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 2.5 കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങളിത് ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് ഒഴിക്കുക. ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ തന്നെ കുറുകി തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി. 1.5 കപ്പൊക്കെ മതിയാവും കേട്ടോ. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കറി ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഓരോ തവണയും ചൂടാക്കി പല ദിവസങ്ങളിലായിട്ട് എടുക്കുമ്പോൾ ഇത് പിന്നെയും നല്ല കുറുകി സെറ്റായി കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കി ഒരുപാട് കുറുക്കി ആദ്യത്തെ ദിവസം തന്നെ എടുക്കാതിരിക്കുന്നതാണ് പേഴ്സണലി എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവശ്യത്തിനാക്കി അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈത്തെറിക്കും. ഇപ്പം മാത്രമേ നമുക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി അത് വെന്ത് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കുക. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇപ്പോഴേ ഇട്ടേക്കുക. ഇനി നമുക്കത് കുറച്ച് നേരം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇളക്കുന്നത് ഇതുപോലെ തടവെല്ലാം പിടിച്ചിട്ട് ഈ ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് മാത്രം കറക്കി കൊടുക്കുക. ഇളക്കാൻ പറ്റത്തില്ല. സ്പൂൺ എടുത്തിട്ട് ഇളക്കരുത്. കഷ്ണം എല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പ്, പുളിയൊക്കെ ഒന്നുകൂടെ നോക്കുക. എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇടണ്ട. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറയത്തില്ല. സാധാരണ നമ്മൾ കുടംപുളി അരച്ചിടുമ്പോൾ ഒട്ടും പുളി കുറയത്തില്ല. പുളി അതിനകത്ത് ഓൾറെഡി കാണും. ഇനി ഇൻ കേസ് പുളി കുറവാണെന്ന് തോന്നിയാലും ആ സമയത്ത് ഒന്നും ചെയ്യണ്ട. മുഴുവനായിട്ടാണ് പുളി ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇരിക്കും തോറും പുളി ഇറങ്ങി വരത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ അടുത്ത ദിവസം എടുക്കാനാണ് ഈ കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയുക. ഏതെങ്കിലുമൊക്കെ റെസിപ്പികൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ഷോർട്ട് വീഡിയോയിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുമ്പോഴൊക്കെ
റെസിപ്പി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. ആ 1.5 മിനിറ്റിൽ റെസിപ്പി ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് ഷോർട്സിലിടുന്ന ഓരോ സാധനത്തിൻ്റെ റെസിപ്പികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.